പ്രിയ കൂട്ടുകാരെ, SSLC ഫിസിക്സ് ഒന്നാം പാഠത്തിലെ ഏതാനും ചോദ്യങ്ങൾ ഒരു യൂണിറ്റ് ടെസ്റ്റായി നമ്മളിവിടെ ഇട്ടായിരുന്നല്ലോ. അതിൻ്റെ ആൻസറുകളാണ് ഈ വീഡിയോയിൽ ഞാൻ വിശകലനം ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ റിലേഷൻ ഇൻ ദ ഫസ്റ്റ് ദെൻ കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. ബൾബ് ലൈറ്റ് ഇഫക്റ്റ്, സേഫ്റ്റി ഫ്യൂസ്. ഇവിടെ നമുക്ക് ആദ്യത്തെ ഭാഗത്ത് ബൾബിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വൈദ്യുതി ഏത് ഇഫക്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഫ്യൂസിൻ്റെയും അതേപോലെ തന്നെ ചെയ്യണം. ഫ്യൂസിൻ്റെ ഹീറ്റിംഗ് ഇഫക്റ്റ്. രണ്ടാമത്തെ ചോദ്യത്തിൽ നിക്രോമിൻ്റെ പ്രോപ്പർട്ടി തന്നിരിക്കുന്നു, ഹൈ മെൽറ്റിംഗ് പോയിന്റ്. അപ്പം നമ്മൾ ഫ്യൂസ് വയറിൻ്റെ എഴുതുമ്പോൾ എന്തെഴുതണം? ലോ മെൽറ്റിംഗ് പോയിന്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ എ പാർട്ട്, നെയിം എനി ടു ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ഡിവൈസ്. ഏതെങ്കിലും രണ്ട് ഹീറ്റിംഗ് ഡിവൈസുകളുടെ പേര് എഴുതിയാൽ മതി, നിങ്ങൾക്ക് എളുപ്പമായിരിക്കുമല്ലോ. ബി ക്വസ്റ്റ്യൻ ഇച്ചിരി ഒന്ന് ആലോചിക്കണം. നെയിം ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മെറ്റൽസ് ഇൻ ദ അലോയ് യൂസ്ഡ് ടു മേക്ക് ദ ഹീറ്റിംഗ് കോയിൽ ഓഫ് എ ഹീറ്റിംഗ് അപ്ലയൻസസ്. അപ്പോൾ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാ? നിക്രോം. ആ നിക്രോമിലെ ഏതെല്ലാമാണ് അതിനുള്ളിലുള്ള മെറ്റൽസ് എന്നാണ് ചോദ്യം. ചോദ്യം നന്നായി മനസ്സിലാക്കണം, നമുക്ക് പുസ്തകത്തിൽ നിന്നും അതിനുള്ള ഉത്തരം കിട്ടും. നിക്കൽ, ക്രോമിയം ആൻഡ് അയൺ. ഈ പാർട്ടിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ് ഹീറ്റ് പ്രൊഡക്ഷൻ. കറണ്ട് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് H=I²RT എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് ഇത് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1 അവർ എന്നാണ് സമയം തന്നിരിക്കുന്നത്. നമ്മൾ അതിനെ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ 60 × 60, 1² × 100 × 60 × 60, അത്രയും ജൂൾ. മൂന്നാമത്തെ ചോദ്യത്തിൽ റെസിസ്റ്റൻസിൻ്റെ കണക്ഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 5 1 ohm റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നു, കാൽക്കുലേറ്റ് ദ ഹയസ്റ്റ് റെസിസ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദിസ്. അപ്പോൾ ഹയസ്റ്റ് റെസിസ്റ്റൻസ് സീരീസ് കണക്ഷനിലാണ് കിട്ടുന്നത്. അത് നമ്മളെപ്പോഴും ഓർക്കുക കേട്ടോ. അപ്പോൾ എത്രയായിരിക്കും സീരീസ് കണക്ഷനിൽ? 1 ohm 5 എണ്ണം ചേർത്താൽ എത്ര കിട്ടും? 5 ohm കിട്ടും. ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ബി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ലോവസ്റ്റ് റെസിസ്റ്റൻസ് കിട്ടുന്നത് പോലെ ഈ റെസിസ്റ്ററുകളുടെ സർക്യൂട്ട് വരയ്ക്കാനാണ്. അപ്പോൾ ലോവസ്റ്റ് എവിടെയാണ് കിട്ടുക? പാരലൽ കണക്ഷനിലാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? 5 റെസിസ്റ്ററുകളെയും നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ലോവസ്റ്റ് റെസിസ്റ്റൻസ് കിട്ടും. നാലാമത്തെ ചോദ്യം ഫ്യൂസിൻ്റെ ആംബിയറേജുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ആ സർക്യൂട്ടിലെ ഒരു ഡിവൈസ് 440 വാട്ട്, അത് കണക്ട് ചെയ്തിരിക്കുന്നത് 230 വോൾട്ടിലാണ്. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട ഫ്യൂസ് വയറിൻ്റെ ആംബിയറേജ് എത്രയെന്ന് കണ്ടെത്തിയാൽ മതി. ആംബിയറേജ് കണ്ടെത്താനുള്ള സമവാക്യം I വാട്ടേജ് ബൈ വോൾട്ടേജ് നമുക്കറിയാം. അപ്പോൾ ഈ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് നമ്മൾ കണ്ടെത്തുമ്പോൾ 440/230 1.9 ആംബിയറാണ് കിട്ടുന്നത്. പക്ഷേ ഫ്യൂസ് വയറിൻ്റെ ആംബിയറേജ് സർക്യൂട്ടിലെ കറണ്ടിനേക്കാൾ അല്പം കൂടുതലായിരിക്കണം. അതുകൊണ്ട് നമുക്കിവിടെ നിന്ന് 2 ആംബിയർ എന്ന ഉത്തരത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അവസാനത്തെ ചോദ്യത്തിൽ ഇൻകാൻഡസൻ്റ് ലാമ്പിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കത് വളരെ എളുപ്പത്തിൽ എഴുതാൻ സാധിക്കും. ലോ ലോങ്ങിറ്റിവിറ്റി, അതുപോലെ ഹൈ ഹീറ്റ് പ്രൊഡക്ഷൻ, ഹൈ പവർ കൺസപ്ഷൻ, അങ്ങനെ ഏതെങ്കിലും എഴുതിയാൽ മതി.